മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, എന്നെ ശുദ്ധീകരിക്കണം, നബിയെ എന്നെ ശുദ്ധീകരിക്കണം. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കാത്തത് പോലെ പറഞ്ഞു, പോ മായിസെ, പോ. മായിസിനെ പറഞ്ഞു വിട്ടു. കാരണം എന്തേ? കേൾക്കാത്തത് പോലെ കേട്ടു നബി തങ്ങൾ. കാരണം വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബിതങ്ങൾ വിചാരിച്ചു പോയി തൗബ ചെയ്യട്ടെ. മായിസിനോട് പറഞ്ഞു, പോ, കേൾക്കാത്ത പോലെ പോ എന്ന് പറഞ്ഞ് നബിതങ്ങൾ പറഞ്ഞു വിട്ടു. മായിസ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് പോയി. സമാധാനം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും നബിതങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. വല്ല ലഹരി അടിച്ചവനെ പോലെ വിളിച്ചു പറയുന്ന നോക്ക്. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് നബിതങ്ങളോട് വന്നു പറഞ്ഞു, നബിയേ, മായിസ് കള്ളു കുടിക്കാറില്ല. മായിസ് കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും നബിതങ്ങളുടെ ചാരത്ത് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കറിയാം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്നറിയോ? യാ റസൂലല്ലാഹ്, നാണം കെട്ടാൽ ഈ ജനങ്ങളുടെ മുമ്പിലല്ലേ നാണം കെടുന്നത്? ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുമല്ലോ? ഇതിനൊരു അവസാനമുണ്ടല്ലോ. ഇവര് എറിഞ്ഞ് ഞാൻ മരിച്ചാൽ അതോടുകൂടി ഈ ശിക്ഷ തീരുമല്ലോ. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയിൽ ഇത് മറച്ചു വെച്ചിട്ട് അള്ളാടെ കോടതിയിൽ ചെന്നിട്ട് ഒരു വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാ നബിയേ, എനിക്ക് വയ്യ നബിയേ. വ്യഭിചാരിയെ പോലെ അള്ളാടെ മുമ്പിൽ ചെല്ലാറ് നരകം എനിക്ക് പേടിയാ, മഹ്ശറ എനിക്ക് പേടിയാ, അള്ളാന്റെ നരകത്തിന്റെ തീ എനിക്ക് പേടിയാ. എനിക്ക് വയ്യ നബിയേ, എനിക്ക് വയ്യ നബിയേ. ഇവിടെ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി എന്റെ പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് സർവ്വം തന്ന അള്ളാടെ മുന്നിൽ പോയി ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന്. എനിക്ക് കുഴപ്പമില്ല നബിയേ, എനിക്കുള്ള ശിക്ഷ വിധിക്കൂ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുമ്പോ നബി തങ്ങൾ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലാ പറയുകയാ. അള്ളാഹുവേ, കേൾക്കു പെങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരാ, ഇത് നമുക്കൊരു പാഠമാടോ, ഇത് നമുക്കൊരു പാഠമാടോ. പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ, ഭാര്യ വഞ്ചിച്ചവരുണ്ടല്ലോ, ജീവിതത്തിൽ വ്യഭിചരിച്ചവരുണ്ടല്ലോ. മക്കളെ, ഇത് നമുക്കൊരു പാഠമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എറിഞ്ഞു കൊല്ലാ പറയുകയാണ്. സ്വഹാബികൾ എറിയുകയാ. കല്ലെടുത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് എറിയുമ്പോ വേദന സഹിക്കാൻ പറ്റാതെ മരണവപ്രാളത്തിൽ ഓടിപ്പോവുകയാ. മായിസ് അറിയാതെ ഓടിപ്പോയി, ജീവനും കൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, സ്വഹാബത്ത് വന്ന് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. എന്തേ പിടിക്കാഞ്ഞതെന്ന് ചോദിച്ചില്ല. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു. അതാ വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് തിരിച്ചു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അറിയാതെ ഓടിപ്പോയതാ നബിയേ, മരണപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എന്റെ ശിക്ഷ താ നബിയേ. ഒരു കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ശിക്ഷ നടപ്പാക്ക് നബിയേ. എത്ര ഏറുകൊണ്ടാലും ഓടാൻ പറ്റില്ലല്ലോ.
തങ്ങൾ നബിതങ്ങളുടെ ചാരത്ത് വന്ന് പറയുകയോ, പടച്ചവനെ മായിസിനെ എവിടെന്ന് അതാ മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് നാള് കഴിഞ്ഞു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സ്വഹാബികൾ പരസ്പരം പറയുന്നു, മായിസിന്റെ ഖബറാ. വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവർ പരസ്പരം പടച്ചവര് മായിസിനെ മോശമാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പരസ്പരം പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ. മായിസിന്റെ തൗബയോളം വലുപ്പമുള്ള ഒരു തൗബ ഇനിയില്ല സ്വഹാബാ. മായിസിന്റെ തൗബയോളം വലുപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. പടച്ചവനെ, മായിസ് സ്വർഗത്തിലാ, മായിസ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മായിസിന്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, എന്റെ മായിസ് സ്വർഗത്തിലാ സഹാബാ. എന്തിനാണ് ദുനിയാവിൽ വെച്ച് ശിക്ഷ ഏറ്റുവാങ്ങിയതെന്നറിയോ? യാ റസൂലല്ലാഹ്, ഇവിടെ വെച്ച് ഏറ്റുവാങ്ങിയാൽ രണ്ടാമതൊരു ശിക്ഷ എനിക്ക് റബ്ബ് തരില്ലല്ലോ, എന്നോട് കരുണ കാണിക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്. ഈ വിഷയം എല്ലാവരും അറിയുകയാണ്. അപ്പോഴാണ് രണ്ടാമത്തെ പ്രതിയുണ്ടല്ലോ, മായിസ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണും വരുന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. നബി തങ്ങളുടെ ചാരത്തൊരു പെണ്ണ് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം നബിയേ, എന്റെ ശിക്ഷ നടപ്പാക്കണം നബിയേ. നബി തങ്ങളുടെ ചാരത്ത് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വാ. കാരണം 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാൽ പെണ്ണിന്റെ മനസ്സ് മാറുമല്ലോ, അവൾക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, അവര് തൗബ ചെയ്ത് ജീവിക്കുമല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോ ചോര കുഞ്ഞുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. നബിയെ, പ്രസവം കഴിഞ്ഞു നബിയെ, എനിക്ക് ശിക്ഷതാ നബിയെ. നബി തങ്ങൾ പറഞ്ഞു, പാല് കൊടുക്കണമല്ലോ, നിന്റെ കുഞ്ഞിന് നീ പാല് കൊടുക്കൂ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ തിരിച്ചു വാ. പെണ്ണ് രണ്ടാമതും പോവുകയാണ്. കാരണം കുഞ്ഞിന്റെ ചിരി കണ്ടാ, കുഞ്ഞിന്റെ കളി കണ്ടാൽ പടച്ചവരെ ആ മുഖം കണ്ടാ മറക്കൂലല്ലോ. കുഞ്ഞിനോട് സ്നേഹം തോന്നുമല്ലോ, അതിനെ സ്നേഹിക്കാൻ തോന്നുമല്ലോ, ജീവിക്കാനുള്ള കൊതി വരുമല്ലോ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. പക്ഷേ കുഞ്ഞു ഭക്ഷണം കഴിക്കാ പ്രായമായപ്പോ അല്ലാഹുവിന്റെ നബിയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഴിക്കാൻ തുടങ്ങി നബിയേ, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ഇനി എനിക്ക് ശിക്ഷതാ, എന്നെ ശുദ്ധീകരിക്കും നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാറുള്ള പേടി കാരണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമുക്കിവിടെ ഇരുന്ന് ദുആ ചെയ്യാ. എല്ലാവരും തൗബ ചെയ്യുന്നവരാണ്, എല്ലാവരും ദുആ ചെയ്യുന്നവരാണ്. ദുആയിക്ക് കുറവില്ല, ദുആയിക്കൊരു കുറവില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുആയിക്ക് ഇജാബത്തില്ല. എല്ലാവരും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ട്, തൗബയ്ക്കൊന്നും കുറവൊന്നുമില്ല, ദുആയ്ക്കൊന്നും കുറവില്ല, എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യണം എപ്പോഴും. നമ്മൾ റമദാൻ 27-ാം രാവിന്റെ അന്ന് ഉടുപ്പ് ഇട്ടിട്ട് പോകും തൗബ ചെയ്യാൻ. എന്താ അന്ന് മാത്രം ഒരു തൗബ? റമദാൻ 27-ന്റെ പ്രത്യേകത എന്താപ്പാ? റമദാൻ 27-ന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? റമദാൻ 27-ന്റെ പ്രത്യേകത എന്താ? അന്നെല്ലാവരും കുളിച്ചൊരുങ്ങിയിട്ട് പള്ളിയിലൊരു പോക്കുണ്ട്. ഏത് കയറാത്തവനും അന്ന് പള്ളിയിൽ കയറും.
അന്ന് പള്ളിയിൽ പോകും, പ്രത്യേകം തൗബയുണ്ട് എന്നിട്ടാ, അന്ന് തൗബയുണ്ട് പോവാ. എന്താ അന്ന് മാത്രം ഇത്ര പ്രത്യേകത? എന്ത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തപ്പോ അന്നത്തെ പ്രത്യേകത എന്താ? നിങ്ങളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ? 27-ാം രാവിന്റെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദർ അന്നാ ഇല്ലേ ഉസ്താദേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അന്നാണ് ലൈലത്തുൽ ഖദറില്ലേ? ആരാ പറഞ്ഞ അന്നാണ്? 27-ാം രാവിന്റെ അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത്? അന്നാണ് എന്തുറപ്പുള്ള? റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നവരുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10, 21, 23, 25, 27, 29 ഈ ഒറ്റയാകപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചുകൂടെ കടന്നിട്ട് പറയുന്നു 7 എന്ന് പറയുന്ന സംഖ്യ അതൊരു അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ് 7. കാരണം സുജൂദിന്റെ അവയവം 7ആണ്. അസുഹാബുൽ കഹുഫ് 7ആണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ആഴ്ചയിലെ ദിവസങ്ങൾ 7ആണ്. 7 ആകാശം, 7 ഭൂമി, ഒരു മനുഷ്യന്റെ മുഖത്തുള്ള ദാരം 7ആണ്. ഇങ്ങനെ 7കളെ പരിഗണിച്ചുകൊണ്ട് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത്. അല്ല, ഉറപ്പൊന്നുമില്ല. എന്നാ പിന്നെ അന്ന് മാത്രം കുളിച്ച് കയറിയാ പോരെ? കള്ളും കുടിച്ച് വായി നോക്കിയ പോലെ നടന്നിട്ട് 27-ാം രാവിന്റെ അന്ന് കുളിച്ചു പോയി കഴിഞ്ഞാൽ ഈ മാസങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ അന്ന് മാത്രം പോകാനിരുന്നാൽ പോരെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയാൽ മതി എന്നെങ്കിലും. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, തൗബ ചെയ്യുമ്പോൾ ഇഖ്ലാസ് വേണം സഹോദര. ചുമ്മാതെ ചെയ്തിട്ട് കാര്യമില്ല. കാക്കയുടെ തൗബ പോലെ ആകരുത്. ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. എന്താ ഈ ആത്മാർത്ഥത എന്ന് പറഞ്ഞ? ഈ തൗബയിലുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകണ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കും. തൻ്റെ ജനതയെക്കുറിച്ച് പഠിക്കാൻ, അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് അറിയാൻ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. ഒരിക്കൽ ഇങ്ങനെ രാത്രി നടന്നു പോകുമ്പോൾ ഒരു ചങ്ങാതി വരുന്നുണ്ട് ഉമർ തങ്ങളുടെ എതിരെ. കയ്യിൽ 2 കുപ്പി കള്ള്, 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ട് രാത്രിയിൽ ഉമർ തങ്ങൾക്കെതിരായി ഒരു മനുഷ്യൻ നടന്നു വരുന്നു. ഉമർ തങ്ങൾ ആ മനുഷ്യനെ കണ്ടു, ആ മനുഷ്യൻ ഉമർ തങ്ങളെയും കണ്ടു. ആ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാ, ഇന്നത്തോടെ എൻ്റെ കാര്യം തീർന്നു. ഉമറിന്റെ കയ്യിൽ എന്നെ കിട്ടിയ എൻ്റെ കാര്യം ഇന്നത്തോടെ തീരുമാനമാകും. പടച്ചവനെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ചങ്ങാതിയാണ് ഉമർ തങ്ങൾ, ഖലീഫയാണ്. അതുമാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വിഷമം, ഉമർ തങ്ങൾ ഇയാളൊരു നല്ല മനുഷ്യനാണെന്നാ കരുതിയിരിക്കുന്നത്. കോലത്തിലെ നടത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, പലരും ഓടി വന്ന് കൈമുത്താൻ വരും, കയ്യിൽ പിടിക്കാൻ പറയും. നമ്മുടെ സ്വഭാവം എന്താണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. പറയടോ, താടിയും തഴമ്പോ കിട്ടും നമ്മൾ നടക്കണില്ലേ? ഞാൻ പലപ്പോഴും എൻ്റെ കയ്യെ പിടിച്ച് മുത്താൻ വരുമ്പോൾ ഞാൻ എന്ത് കണ്ടിട്ടാ അള്ളാഹ് മുത്തണേ? എന്ത് കണ്ടിട്ടാ പലരും? നമ്മുടെ സ്വഭാവം എന്താ നമുക്കല്ലേ അറിയൂ. അവർ വിചാരിക്കണം നമ്മൾ വലിയ മഹാനാണെന്ന്. അള്ളാഹു ആലം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. അതിനിപ്പോൾ ഉസ്താദന്മാരൊക്കെ ഇരിക്കണ പണ്ഡിതന്മാരൊക്കെ അൽഹംദുലില്ലാ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇത്രയും വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കണ മജ്‌ലിസിൽ വഴുത് പറയാൻ കിട്ടണമെന്ന് ഞാൻ ഭാഗ്യമായിട്ടാണ് കാണാം. ഞാൻ വഴുത് പറയുന്ന നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരു ആമീൻ പറയടോ. ആരുടെ ആമീന അള്ളാഹ് കേൾക്കണമെന്ന് അറിയില്ല. ഒരു ആമീൻ പറഞ്ഞ അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. പറയടാ മക്കളെ, നിങ്ങൾ 100 ഹാഫിളിങ്ങളില്ലേ? ഒരു ആമീൻ പറ. അള്ളാഹ് ഇസ്രാ ഉസ്താദ് നന്നായാലോ 40 പേരിൽ കൂടുതൽ എന്തായാലും ഉണ്ട്. എല്ലാവരും ഒരു ആമീൻ പറ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളാരും പറയണില്ലേ? അപ്പ നിങ്ങളൊക്കെ പ്രായമുള്ളവരല്ലേ? നിങ്ങളൊക്കെ ഒരുപാട് ഹിദമത്തിക്കുന്നവരല്ല. പ്രായമുള്ളവർ ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ രക്ഷപ്പെട്ടെന്ന്. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. കാരണം ഈ കയ്യിലിരിക്കുന്ന ഷാള് ഞാൻ കഴുകിയാൽ ആദ്യം വെളുക്കുന്നത് ഷാളാണോ കഴുകുന്നവൻ്റെ കൈയാണോ?
എന്താ ആദ്യം വെളുക്ക? എന്താ വെളുക്ക? അതിന് നിങ്ങളാരും കഴുകുന്നില്ല അല്ലേ? നിങ്ങളാരും കഴുകുന്നില്ല, അത് പെണ്ണുങ്ങളല്ലേ കഴുകുന്നത്. നിങ്ങളെങ്ങനെയാ വസ്ത്രം കഴുകുന്നത്? നിങ്ങൾ സ്വന്തം നമുക്കറിയാം. ആദ്യം വെളുക്കുന്നത് ഷാളാണോ കയ്യാണോ? അപ്പൊ ഞാൻ വഴുതു പറയുന്നത് ആദ്യം എൻ്റെ ഹൃദയം വെളുക്കാനാ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിക്കോ. അള്ളാഹു എല്ലാം വെളുപ്പിച്ച് തരുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ മനസ്സിലാക്കണം. ഉസ്താദന്മാരെയൊക്കെ ബഹുമാനിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കുട്ടികളോടൊക്കെ ഞാൻ പറയും, ഞാൻ പഠിച്ച കോളേജിലെ ഉസ്താദന്മാർ ഉപദേശിക്കുമ്പോൾ പറയും സിറാജിനെ പോലെ ആകണം, സിറാജിനെ പോലെ ആകണം. കാരണം സിറാജ് ഒട്ടും പഠിക്കത്തില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിക്കാറേ ഇല്ല. ഞാൻ എപ്പോഴും ഇന്ന് ഈ നിലയിലെത്താനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കണ കാലത്ത് എൻ്റെ തുണി ഞാൻ പോലും കഴുകത്തില്ല, എൻ്റെ വസ്ത്രം പോലും ഞാൻ കഴുകത്തില്ല. ജൂനിയറാണ് കഴുകുന്നത്. എൻ്റെ താടാ ഈ തുണി ഒന്ന് കഴുകിത്താടാന്ന് കുട്ടികൾ കൊടുക്കും, അമ്മമാർ കഴുകിത്തരും. എൻ്റെ തുണി പോലും കഴുകാത്തവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ഉസ്താദന്മാരുടെ തുണി ഞാൻ കഴുകും. എൻ്റെത് കഴുകിയില്ലെങ്കിൽ ഞാൻ ഉസ്താദന്മാരുടെ തുണി കഴുകും. ഉസ്താദന്മാർക്ക് ഭക്ഷണം വിളമ്പുന്ന ആൾ ഞാനായിരുന്നു. എൻ്റെ ഉസ്താദന്മാരുടെ ദുആ കൊണ്ടാണ് ഇന്ന് ഇവിടെ വരെ എത്തിയത്. ആ ഓർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. ഉസ്താദന്മാരുടെ ഒരു വാക്കുമതി നിങ്ങളുടെ തല നേരെയാകാനും തല തിരിയാനും. അത് ഓർത്തു വെക്കണം കേട്ടോ. അള്ളാഹു നമ്മുടെയൊക്കെ ഉസ്താദന്മാർ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പിന്നെ ഉസ്താദന്മാരെ അടിക്കും കേട്ടോ. ഇപ്പൊ അടിക്കാൻ ഒരു ഭാര്യമാരോടുള്ള കടമകളൊക്കെ സത്യം പറഞ്ഞ ആ വയല് കേട്ട 2.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു വയലിനകത്ത് ഭർത്താക്കന്മാര് ഭാര്യമാരോടുള്ള കടമകളൊക്കെ സത്യം പറഞ്ഞ ആ വയല് കേട്ട ഭർത്താക്കന്മാർക്ക് സഹിക്കില്ല. അങ്ങനത്തെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ തുണി കഴുകണ്ട, പെണ്ണുങ്ങൾ വീട്ടിൽ ചോറ് വെക്കണ്ട, അതിന് ആവശ്യമുണ്ടെങ്കിൽ വേറെ ആളെ. ഇങ്ങനത്തെ പ്രസംഗമെല്ലാം പ്രസംഗിച്ചിട്ട് അവസാന തമാശ എന്ന രീതിയിൽ എന്ത് ചെയ്തു? പെണ്ണുങ്ങളെ അടിക്കാൻ പറ്റുന്ന ചില രംഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി. അള്ളാഹുവേ, പെണ്ണുങ്ങളെ അടിക്കാമെന്ന് പറഞ്ഞ് 2.5 മണിക്കൂറിൽ 5 മിനിറ്റ് കട്ടിങ് എടുത്തിട്ട് സിറാജുദ്ദീൻ കാസിമി പെണ്ണുങ്ങളെ അടിക്കാനുള്ള ആഹ്വാനം തരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസംഗം എടുത്തിട്ടിട്ട് റബ്ബേ, ഈ ലൈവ് കൊണ്ടുള്ള ഉപകാരവധ ഇപ്പൊ 3-4 കേസായി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് വെക്കേണ്ടത്. ദീൻ പറഞ്ഞ ഒരവസ്ഥ, ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരെ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അകം കണ്ടിട്ടില്ല. ഈ 36 കൊല്ലത്തിനിടയിൽ പോലീസ് സ്റ്റേഷൻ്റെ അകം എങ്ങനെ ഇരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. തമാശയ്ക്ക് പോലും അതിനകത്ത് കയറിയിട്ടില്ല. ദീൻ പറഞ്ഞാലുള്ള അവസ്ഥ ഇതായി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിപ്പിടുന്ന ചങ്ങാതിക്ക് ഇതൊന്നും അറിയണ്ട. അവൻ്റെ യൂട്യൂബ് വളരണം, അവൻ്റെ ചാനൽ വളരണം, അവന് പൈസ കിട്ടണം. അതിനവ എന്ത് കിട്ടുന്നോ എടുത്തങ്ങ് എഴുതിയങ്ങിടും. പെട്ടുപോകുന്നത് പാവപ്പെട്ടവരല്ലേ. ഇനിയിപ്പോൾ അകത്ത് കിടക്കാൻ വിധിയുണ്ടെങ്കിൽ അകത്ത് കിടക്കണം. അത് അള്ളാഹുടെ തീരുമാനം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഉസ്താദ് പോയി കിടക്കട്ടെ എന്നാണോടാ? ഉസ്താദ് പോയി കിടക്കട്ടെ എന്നാ? കിടക്കാൻ വിധിയുണ്ടെങ്കിൽ കിടക്കും. അള്ളാഹിന്റെ തീരുമാനമല്ലേ. അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ അല്ലേ. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ എടുത്തുമാറാകട്ടെ. ഞാൻ പറഞ്ഞത്, കുട്ടികൾ അടിക്കാൻ പാടില്ല എന്നാ. ഇപ്പൊ നിയമം തൊട്ടാ കേസാ. സത്യത്തിൽ മക്കളെ അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ. അടി കൊണ്ടാലേ പറയുടെ ചങ്ങായിമാരെ, അടി കൊണ്ടാലല്ലേ പഠിക്കത്തുള്ളൂ. ഞാൻ അടിയും കൊണ്ട് എൻ്റെ വീട്ടിൽ ചെന്നു. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങും. എനിക്ക് അന്നും ഒരു സ്വഭാവം അങ്ങനെ. നല്ല ഉറക്കവാ. സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങിയത് കാരണം ഉസ്താദ് എടുത്തിട്ട് അലക്കിക്കളഞ്ഞു. പിന്നെ ശരീരമൊക്കെ പൊട്ടി ചൂരൽ കൊണ്ടടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്നാക്കിയപ്പോൾ എൻ്റെ രക്തം പൊടിയുന്നു. പുറം പൊട്ടിക്കിട്ട് വീട്ടിൽ ചെന്നു. ജ്യേഷ്ഠന്മാരെല്ലാവരും ഉസ്താദന്മാരാ. എല്ലാവരും പറഞ്ഞു സിറാജിന് പഠിക്കാൻ പോകണ്ട, വിടണ്ടവൻ, അവന് വിടണ്ട, എന്തിനാ തല്ലിക്കൊല്ലാൻ പെടുന്നത്. അങ്ങനെ വീട്ടിൽ വലിയ ബഹളമായി, വഴക്കായി. അങ്ങനെ എല്ലാവരും എൻ്റെ പഠിത്തം അവസാനിപ്പിച്ചു. ഞാൻ എൻ്റെ വാപ്പാൻ്റെ അടുക്ക പോയി. ഇന്നപ്പോൾ ഉസ്താദ് അടിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഉസ്താദന്മാരടിക്കുന്ന സ്ഥലം സ്വർഗത്തിലാ, നീ പൊക്കോളാൻ പറഞ്ഞു. തിരിച്ചു പറഞ്ഞിട്ടു, ഉസ്താദന്മാരടിച്ച സ്ഥലം സ്വർഗത്തിലാ, നരകത്തിന്റെ തീ തൊടൂല, നീ പൊക്കോളാൻ. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് വലിയ വിഷമം തോന്നി. വാപ്പ എന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു. അൽഹംദുലില്ലാ, അള്ളാഹു ഉപ്പാടെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അന്ന് എല്ലാവരും പറഞ്ഞതും കേട്ട് ഞാൻ വീട്ടിൽ ഇരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയാനെ. അന്ന് വാപ്പ പറഞ്ഞത് കേട്ട് തിരിച്ചു പോയപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റിയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത്, അടി കൊണ്ടാലേ ഖുർആൻ പഠിക്കൂ, അല്ലാതെ പഠിക്കൂല. അതിന് തെളിവെന്തെന്നറിയോ? ഖുർആൻ പഠിക്കണമെങ്കിൽ തല്ലുകൊള്ളണം, ശരീരം നൊന്താലേ പഠിക്കൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നബിതങ്ങൾ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. നബിയോട് പറഞ്ഞു ഓതാൻ. നബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ? പറയടാ ചങ്ങായിമാർ, എന്ത് മറുപടിയാ പറഞ്ഞേ? എനിക്കൊന്നും അറിയില്ല.
എനിക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. നബിതങ്ങൾ ഇത് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തോ? തടകി സമാധാനിപ്പിച്ചോ? ഇല്ല. എന്നാ ചെയ്തത്? നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ശരീരം നല്ലതുപോലെ ഒന്ന് മുറുക്ക പിടിച്ചു, നല്ലതുപോലെ ശരീരം ഒന്ന് വേദനിപ്പിച്ചു. നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് ശരീരം ഒന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് നബിതങ്ങൾ പേടിച്ച് വിറച്ചു പോയി പനി പിടിച്ചത്. സമ്മിലൂനി യാ ഖദീജ ഹദീസിലുണ്ടല്ലോ. നബിതങ്ങളുടെ ശരീരം നല്ലതുപോലെ വേദനിച്ചു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു ഇനി ഓതാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം, പെട്ടെന്ന് നിർത്താം ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ശരീരം വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഓതാൻ. അപ്പൊ ഓതിയോടെ ചങ്ങായിമാരെ, കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തിട്ടാണ് ഓതിയത്, കെട്ടിപ്പിടിച്ച് ശരീരം വേദനിപ്പിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഓതിയത്. അപ്പൊ വേദനിപ്പിച്ച ഖുർആൻ ഓതുവില്ലേ? വേദനിപ്പിച്ച ഖുർആൻ ഓതത്തില്ലേ? അപ്പൊ ഉസ്താദ് തല്ലത്തില്ലേ പഠിച്ചില്ലെങ്കിൽ? പട്ടി കൊണ്ട. ഇപ്പൊ ഉസ്താദന്മാരും അടിക്കത്തില്ല. പണ്ടൊക്കെ ഉസ്താദന്മാര് വരുന്നു എന്ന് കാണുമ്പോഴേ ഓടും. ഇന്ന് പുള്ളന്മാര് ഉസ്താദന്മാരുടെ മുമ്പിൽ കൂടെ നടക്കും തോളി കൈയിട്ടിട്ട്. കാരണം കാലം അങ്ങനെ പറ്റത്തുള്ളൂ. മുടി വളർത്താൻ പറ്റൂല. ഉസ്താദം എന്ന് പറയുമ്പോഴേ പേടിയാ. ശബ്ദം പോലും ഉയർത്തി സംസാരിക്കാൻ കൂടെ പോലും നടക്കത്തില്ല, അത്രയും പേടിയാ ഉസ്താദന്മാരതൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ കാലമൊക്കെ മാറി. ഇന്നിപ്പോൾ ഉസ്താദന്മാരെ തോളി കൈയിട്ട് നടക്കണ മക്കളുണ്ട്. കുഴപ്പമൊന്നുമില്ല, പഠിച്ചാൽ മതി എല്ലാവരും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. അള്ളാഹു ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആക്കി തരുമാറാകട്ടെ. പണ്ട് വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് തല്ലിന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും തല്ല് കിട്ടും. പണ്ട് വീട്ടിൽ ചെന്നിട്ട് പറയാ മദ്രസയിലെ ഉസ്താദ് തല്ലിയെന്ന്, പാപ്പായും തല്ലും. നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാ ഉസ്താദ് തല്ലിയെന്ന്. എന്നിട്ട് വീട്ടിൽ ആരും പോയി പറയത്തില്ല, അവിടുന്ന് ഇവിടെ കിട്ടുമെന്ന് പേടിച്ചിട്ട്. ഇന്ന് വീട്ടിൽ പോയി പറഞ്ഞാൽ റൂമിൽ വന്നിട്ട് ഉസ്താനെ എടുത്തിട്ട് തല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാലം അങ്ങനെ ആയിപ്പോയി. വലിയ വിഷമം. എനിക്കറിയുന്ന ഒരു കുട്ടി നമ്മുടെ നാട്ടിലൊക്കെ മരണ വീട്ടിൽ ഓതാൻ പോകും. മരണ വീട്ടിൽ ഓതാൻ പോയപ്പോൾ ഒരു മൊബൈൽ എടുത്ത ഒരു കുട്ടി ഒരു മൊബൈൽ എടുത്തു. ഉസ്താദ് അറിഞ്ഞപ്പോൾ കുട്ടിയെ 2 തല്ല് കൊടുത്തു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്ത് എന്നെ തല്ലിയെന്ന്. ഉസ്താദ് 3 ദിവസം അകത്ത് കിടന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ തെറ്റ് ചെയ്തത്? നിങ്ങൾ ആലോചിക്കുക. ആരാ തെറ്റ് ചെയ്തത്? മോഷണം നടത്തിയതിന്റെ പേരിൽ 2 തല്ല് കൊടുത്തപ്പോൾ മോഷ്ടിച്ചതിന് കുഴപ്പമില്ല, തല്ലാൻ പാടില്ല. പാവപ്പെട്ടവരെ അങ്ങ് അകത്താക്കിയേക്കരുത് എത്ര എങ്ങനെമാരെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് ബോറടിക്കണുണ്ടോ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നല്ല മനുഷ്യനാണെന്ന് കരുതിയ ഒരാളാണ് കയ്യിൽ കള്ളും പിടിച്ചുകൊണ്ട് നടന്നുവരണേ. ഈ ചങ്ങാതി ചിന്തിച്ചു, പടച്ചോനെ എല്ലാം പോയി, ഇനിയിപ്പോ ഒന്നുമില്ല, എല്ലാം പോയി, അഭിമാനവും പോയി, ശിക്ഷ നേരിടേണ്ടി വരും. അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചോനെ എന്നെ ഇന്ന് നീ ഉമറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ, ഇന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയ, മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് കൈകൊണ്ട് തൊടൂല. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്നെ ഇന്ന് നീ രക്ഷപ്പെടുത്തണം. എന്നെ ഇന്ന് രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ കൈകൊണ്ട് പോലും ഞാൻ ഈ കള്ളു തൊടൂല. പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റിയല്ല, ഇനി ഒരിക്കലും ചെയ്യില്ല റഹ്മാനെ. ഒറ്റ പറച്ചല് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറന്നതും ഉമർ തങ്ങളുടെ മുമ്പിലെത്തി. ഇത്രയും പറഞ്ഞു തീരുമ്പോ ഉമർ തങ്ങളുടെ മുമ്പിലെത്തി, സലാം പറഞ്ഞു. എന്താ കയ്യില്? ഒറ്റ ചോദ്യം, എന്റെ കയ്യില്? ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. അയാൾ ഒരു ഭയവുമില്ലാതെ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. മൃതങ്ങൾ പിടിച്ച് തുറന്നു നോക്കി, ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതിനകത്ത് പഠിക്കേണ്ട 2 പാഠമുണ്ട്. ഒന്ന്, ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇഖ്ലാസ് ഉണ്ടായിരുന്നതിനകത്ത്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടായിരുന്നു. അതാ തൗബ എന്ന് പറയുന്നത്. 2 മണിക്കൂർ നീണ്ടു നിൽക്കണ ദുആ ഒന്നും വേണ്ട, ഒറ്റ വാക്ക് മതി. ചെയ്യില്ല അല്ലാഹ്, മതി. ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതിയല്ലോ. അല്ലാഹ് പടച്ചവനെ ഇനി ചെയ്യില്ല ഞാൻ, ഒരൊറ്റ വാക്ക് മതി. ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ് പടച്ചവനെ ഇനി തൊടൂല റഹ്മാനെ. ഒറ്റ വാക്ക്. ആ കള്ളുകുപ്പി സുറുക്കയായി മാറി. 2,
എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസം. ഒന്ന് നോക്കിയത് പോലും ഇല്ലല്ലോ ഇയാള്. കയ്യിലിരിക്കുന്ന കള്ളുകുപ്പിയാണെന്ന് ഉറപ്പാ, അത് സുറുക്കയായോ എന്ന് നോക്കിയത് പോലുമില്ല. ആ മനുഷ്യൻ അള്ളാഹുവിൽ വെച്ചിരുന്ന വിശ്വാസം, എൻ്റെ റബ്ബെന്നെ കൈവിടൂല, എൻ്റെ റബ്ബെന്നെ കൈവിടൂല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് തൗബ. ഇങ്ങനെ വേണം അള്ളാഹുവിനോട് പറയാൻ. ഇങ്ങനെ തൗബ ചെയ്യുമ്പോഴാണ് നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നത്, നമ്മുടെ പാപം അള്ളാഹു പുറത്തു തരുന്നത്. എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുക? എന്തിനാ നമ്മൾ ഭയക്കുന്നത്? പടച്ചവനെ, അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, എന്നോട് പറയാൻ പറ നബിയെ, ഞാനുണ്ടല്ലോ, ഞാൻ ആരാ? ഖുൽ യാ ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുകയാണ്, എന്നോട് പറയാൻ, എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ നബിയേ, പറ നബിയേ. കാരണം അല്ലാഹു ആരാ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ അല്ലാ. ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ അല്ലാ. മയ്യത്തിനെ കീറി വിഭജിച്ചവന് പുറത്തു കൊടുത്തവനാ അല്ലാ. എത്രയോ കുടുംബാവികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തല്ലോ. കാരണം അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്, കരുണയുള്ളവനാണ്. ലോകത്ത് അല്ലാഹുവിനെ പോലെ കരുണയുള്ള ഒരാളുമില്ലല്ലോ. അതുകൊണ്ട് വെറുതെ കിടന്ന് കൂവിയിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല, ദുആ ചെയ്തിട്ട് കാര്യമില്ല. പൊറുക്കന്റെ പാപമാ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവന്, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളില്ല പടച്ചവര്. പറ്റിപ്പോയതാ അല്ലാ, നഫ്സ് ചതിച്ചതാ, ദുനിയാവ് വഞ്ചിച്ചതാ, ഇബ്ലീസ് പെടുത്തിയതാ, എന്റെ കയ്യിൽ വന്നുപോയി പടച്ചവര്. അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് തമ്പുരാന്. അല്ലാ, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാമല്ലാ. എന്തു പാപം ചെയ്താലും അല്ലാഹു കാണുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ചെയ്തത് നീ കണ്ടാ എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അല്ലാ. നിങ്ങൾ ആലോചിക്ക്, ബെഡ്റൂമിനകത്തിരുന്ന് ഫോണിൽ ആവശ്യമില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ, കാണാൻ പാടില്ലാത്ത എന്തോ റൂമിനകത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വാപ്പ വന്നു, ഉമ്മ വന്നു, ആരെങ്കിലും ഒരാൾ വന്നു, പെട്ടെന്ന് മാറ്റും, പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റും. എന്തുകൊണ്ട്? ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിന്റെ വീടിന്റെ റൂമിനകത്തേക്ക് അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നപ്പോ നീ കണ്ടുകൊണ്ടിരുന്ന ഒരു തെറ്റു പേടിച്ച് നീ മാറ്റി. എടാ ചങ്ങാതി, ആ വന്ന മനുഷ്യന് നിനക്ക് ഭയമുണ്ട്. ആ മനുഷ്യന് കൊടുത്ത വില പോലും അല്ലാഹ്ക്ക് നീ കൊടുത്തില്ലല്ലോ. ഞാൻ റൂമിനകത്തിരുന്ന് കാണുമ്പോ അല്ല കാണുന്നുണ്ടല്ലോ, നിനക്ക് അവനെ പേടിയുണ്ട്, അള്ളാനെ പേടിയില്ല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാനോട് പറയണം, പടച്ചവനെ, നീ കാണുമെന്നറിയാം, എന്നിട്ടും ചെയ്തത് പേടിയില്ലാഞ്ഞിട്ടല്ല അല്ലാ, പറ്റിപ്പോയി റഹ്മാനെ, എൻ്റെ കയ്യിൽ വന്ന പിഴവാ അല്ലാ, എനിക്ക് പുറത്തുതാ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യില്ലേ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. എനിക്ക് എൻ്റെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം. തൗബ ചെയ്യാൻ മനസ്സുള്ളവരൊക്കെ തൗബ ചെയ്യൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, മരിക്കാൻ കിടക്കുന്ന സമയം അള്ളാഹുവിനോട് യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് ചോദിക്കുന്നു, എനിക്ക് സമയം വേണം പടച്ചവന്. എന്തിനാ മോനെ സമയം ചോദിക്കണേ? എന്തിനാ അള്ളാഹിനോട് സമയം ചോദിക്കുന്നത്?
എന്റെ പ്രിയപ്പെട്ടവരെ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരാളുടെ മരണം അടുക്കുമ്പോ എല്ലാരും സമയം ചോദിക്കും. എന്തിന്? നിസ്കരിക്കാനാ? നിസ്കരിക്കാനാ? ഖുർആൻ ഓതാനാ? നോമ്പ് പിടിക്കാനാ? ദിക്ർ പറയാനാ? പൊരുത്തം ചോദിക്കാനോ? അല്ല. എന്തിനാ സമയം ചോദിക്കുന്നേ? അല്ലാഹുവേ, അല്ലാഹുവേ, ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് പടച്ചവനെ, ഇന്ന് വരെ ഒരുത്തരും കൊടുത്തിട്ടില്ല. പള്ളിക്കും മദ്രസകൾക്ക് പോയിട്ട് കൂടപ്പുറപ്പുകൾക്ക് പോലും ഞാൻ കൊടുക്കാതെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴാ മനസ്സിലായത് ഒന്നും കൊണ്ടുപോകില്ല. എനിക്കിപ്പം മനസ്സിലായി, ഞാൻ ഒന്നും കൊണ്ടുപോകില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ അടുത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അടുത്ത റൂമിൽ കിടക്കുന്ന മക്കൾ, ആ മക്കളോട് വാപ്പ പോവാ, ഇതിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് സദക്ക കൊടുക്കണേ എന്ന് പറയാൻ. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പറഞ്ഞതാ. ഫഅസ്വദ്ദഖ. അല്ലാഹുവേ, എനിക്ക് സമയം വേണം. എന്തിന്? സദക്ക ചെയ്യാൻ. എന്തിന്? നിസ്കരിക്കാനല്ല. അതാ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവേ, ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് സദക്ക ചെയ്യാൻ എനിക്ക് സമയം വേണം. ഇത്രയും കൊല്ലം കിട്ടിയിട്ട് നിനക്ക് വല്ലായിരുന്നില്ലേ? നിനക്കൊക്കെ അല്ലാഹ് എത്ര ചാൻസ് തന്നു ചങ്ങാതി. അന്നൊന്നും കൊടുക്കണ്ടായിരുന്നു, ഇപ്പൊ തരും അല്ലാഹ്. കാത്തിരുന്നോ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാണ് സദക്ക, അതാണ് സദക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. സദക്ക ചെയ്യാൻ വേണ്ടി സമയം ചോദിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, റമളാൻ മാസമാ. സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ കണക്ക് പലരും ചെയ്യുന്നത് കുറച്ച് പൈസ വാരി വീട്ടി വെച്ചേക്കും. വരുന്നവനും പോകുന്നവനും 100, 200, 200. അതിനല്ല സക്കാത്ത് എന്ന് പറയുന്നത്. അത് സദക്ക. സക്കാത്ത് വേറെ, സദക്ക വേറെ. അതൊക്കെ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കണം. സക്കാത്ത് വേറെ, സദക്ക വേറെ. സക്കാത്ത് കൊടുക്കേണ്ടവൻ കൊടുക്കണം. എൻ്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദേ, ഒരു സഹോദരി ഒരു സംശയം ചോദിച്ചു ഉസ്താദ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംശയമാണ്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചു. ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഉസ്താദേ, എല്ലാരും പറയുന്നു ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ലെന്ന്. ഉണ്ടോ ഉസ്താദേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എത്ര പവനുണ്ട്? 75 പവൻ സ്വർണമുണ്ട് ഉസ്താദേ. എത്ര പവൻ? 75 പവൻ സ്വർണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 75 പവനും നിങ്ങൾ ഉപയോഗിക്കുമോ? ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി തിരിച്ചിടുക. 75 പവൻ സ്വർണവും ഇടയ്ക്കിടയ്ക്ക് ആരോ മസല പറഞ്ഞു കൊടുക്കുക. പെണ്ണുങ്ങളുടെ തന്ത്രം നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി മാറ്റി ഇട്ടാൽ മതി. അപ്പൊ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സ്വർണം കൊടുക്കുക. അപ്പൊ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. കൊടുക്കണോ? ഞാൻ ആ താത്താനോട് പറഞ്ഞു, നിന്നെ വിറ്റ കാശ് അള്ളാഹടുത്തുണ്ടെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒറ്റ മറുപടി പറഞ്ഞുള്ളൂ. നിന്നൊക്കെ വിറ്റ കാശ് ആരെടുത്തുണ്ട്? അള്ളാന്റെ അടുക്കുണ്ട്. അള്ളാനെ പണിയാൻ നിന്ന 8ന്റെ പണി അള്ള തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. മാറ്റി എടുത്ത. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 10 ലക്ഷം രൂപ കയ്യിലുണ്ട്. 365 ദിവസം കയ്യിലിരുന്നാലല്ലേ സക്കാത്താപത്തുള്ളൂ, കൊടുക്കുള്ളൂ. അപ്പൊ 360 ദിവസമായപ്പോ കൊണ്ടുപോയി 10 ലക്ഷം രൂപ. ഇന്ന് ആമീന നീ വെച്ചോ, ഇന്ന് മുതൽ നിനക്ക് തന്നിരിക്കുന്നു, നീ എടുത്തോ എന്ന് പറഞ്ഞ് ഭാര്യയുടെ കൈ കൊടുത്താൽ പിന്നെ സക്കാത്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവന്റെ കയ്യിൽ ഒരു വർഷം വരുന്നില്ലല്ലോ. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 10 ലക്ഷം കെട്ടിയവന് തിരിച്ചു കൊടുക്കുന്ന ഇക്ക എന്റേത് കഴിഞ്ഞ് നിങ്ങൾ വെച്ചോ, കൊടുക്കണ്ടല്ലോ. ഐഡിയ. 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ 25,000 രൂപ സക്കാത്ത് കൊടുക്കണമെന്നല്ലേ? 9,75,000 രൂപ നിന്റേത്, 25,000 രൂപ പാവപ്പെട്ടവൻ്റെത്. അത് കൊടുക്കാൻ വേണ്ടി നീ തന്ത്രം കളിച്ചാൽ നിനക്കറിയാഞ്ഞിട്ടാ. ഉസ്താദിനോട് ചോദിച്ചു നോക്കേ, 10 ലക്ഷവും പോയി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അടങ്കലോടെ പോകും. നിന്റെ ആർത്തി സർവ്വതും കൊണ്ടുപോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം 7 രീതിയിൽ നശിച്ചു പോകുമെന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. എത്ര രീതി നശിച്ചു പോകും? 7 രീതി നശിച്ചു പോകും. പറഞ്ഞാൽ ചിലപ്പോൾ കേസ് വല്ലതും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞു തരാം. സക്കാത്ത് കൊടുക്കാത്തുണ്ടല്ലോ, പള്ളിക്ക് കൊടുക്കുമ്പോ മദ്രസയ്ക്ക് കൊടുക്കുമ്പോ ഒന്നുമില്ല ഉസ്താദെ. എന്റെ പൊന്നാര താത്ത,
സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം 7 രീതിയിൽ നശിക്കും. സിറാജല്ല, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഹദീസ് എൻ്റെ കയ്യിൽ ഉണ്ട്, ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം. നബി തങ്ങൾ അബൂബക്കർ തങ്ങൾ പറയാ, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം കള്ളം കൊണ്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഏത് ലോക്കറി വെച്ചാലും കള്ളം കൊണ്ടുപോകും. ഒന്നുകിൽ നിന്റെ സമ്പാദ്യം കള്ളം കൊണ്ടുപോകും, അല്ലെങ്കിൽ നിന്റെ വീട് തീ പിടിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, തീ പിടിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടുപ്പിൽ നിന്നല്ല, ഒയറിൽ നിന്ന് പിടിക്കും തീ. സർവ്വതും കത്തിപ്പോന്നില്ല വീട്. അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഭൂകമ്പമോ ഉണ്ടായിട്ട് നിന്റെ സർവ്വതും തകർന്നു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതല്ലെങ്കിൽ അക്രമികൾ കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം. അക്രമികൾ കൊണ്ടുപോകും. അതല്ലെങ്കിൽ ഇന്ത്യൻ ടാക്സ് കയറി അടങ്കലോടെ കൊണ്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര സത്യമായി. ഇപ്പൊ റൈഡല്ലേ മൊത്തം അല്ലേ? കേറി പള്ളിക്ക് വല്ലതും ഇല്ല 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 ഇല്ല, കേറിയപ്പോഴോ മൊത്തവും പോയി. അൽഹംദുലില്ലാഹ്, എല്ലാം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയണം. മാർച്ച് 31 ഉസ്താദെ, കണക്ക് ക്ലോസ് ചെയ്യേണ്ട മാസം, ടാക്സ് അടയ്ക്കേണ്ട സമയം. എന്തൊരു പേടി! സക്കാത്ത് കൊടുക്കാൻ വയ്യ, പേടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ 4, 5, 6ാമത്തെ കാര്യം എന്താ? നിനക്ക് അല്ലാഹു നിന്നെ പെട്ടെന്ന് അല്ലാഹു തരുന്ന 6ാമത്തെ ശിക്ഷ. അല്ലാഹു തരുന്ന 6ാമത്തെ ശിക്ഷ, നിന്നെ അല്ലാഹു പെട്ടെന്ന് മരിപ്പിക്കും. എന്നിട്ട് തലതിരിഞ്ഞ മക്കളുടെ കയ്യിൽ നീ ഉണ്ടാക്കിയത് മുഴുവനും കൊടുക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ കള്ളും പെണ്ണും പിടിച്ച് മൊത്തവും തീർക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യമല്ലേ? പാപ്പ പെട്ടെന്ന് പള്ളിക്കുഴിയിൽ പോയി, ഉണ്ടാക്കിയത് മുഴുവനും മക്കൾ ഇങ്ങനെ നശിപ്പിച്ച് കളയാ. ജാരിയായ സദക്ക ഒന്നും ചെയ്യൂല. 7 കൂട്ടിവെച്ചോ, 7 കൂട്ടിവെച്ചോ, നിനക്ക് മരുന്ന് വാങ്ങാൻ ഉപകാരപ്പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തിനാ വെച്ചിരിക്കുന്നത്? കിഡ്നി പോയി, കരള് പോയി, അതുപോയി, ഇതുപോയി. സമ്പാദിച്ചത് മുഴുവനും മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കടോ. ചെറുതല്ലേ ഉള്ളൂ, അല്പമല്ലേ ഉള്ളൂ. അത് അവകാശമല്ലേ പാവപ്പെട്ടവൻ്റെത്. ആർക്കെങ്കിലും കൊണ്ട് കൊടുത്താൽ സക്കാത്ത് വീടൂല്ല. സക്കാത്തിന് അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. വീട്ടിൽ വിളിച്ചിട്ടല്ല, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, അല്ലാതെ നിന്റെ ഔദാര്യമല്ല. നിന്റെ വീടിന്റെ മുറ്റത്ത് വരുന്നവന് കൊടുക്കാനുള്ള നക്കാപ്പിച്ചയല്ല സക്കാത്ത്. നിന്റെ സമ്പത്ത് കണക്കെടുത്ത് അതിൽ അവകാശപ്പെട്ടത് പൈസ എടുത്ത് പാവപ്പെട്ടവൻ, അള്ളാഹു പറയുന്നുണ്ട്, നബിതങ്ങൾ പറയുന്നുണ്ട്, സക്കാത്തിന് അർഹരാരാണെന്ന്. അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഇസ്സത്തായിട്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, സദക്ക കൊടുക്ക്, നല്ല കാര്യങ്ങൾ ചെയ്യ്. മരണസമയത്ത് കിടന്ന് യാചിക്കാൻ എനിക്ക് മനസ്സില്ല ഉസ്താദേ, അതുകൊണ്ട് പടച്ചവൻ എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്. പെങ്ങളെ, ഏറ്റവും നല്ലതുപോലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി വേണം കൊടുക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേണം കൊടുക്കാൻ. ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ മനുഷ്യന്റെ മുഖം ചുളിയാൻ പാടില്ല. അങ്ങനെയുള്ളത് വേണം സദഖ കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്, ഇന്നലെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കള് ഇവര് സാധാരണ ആൾക്കാരല്ല. ഇവർക്ക് കൊടുക്കുമ്പോ ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത്. ഇവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാണ്. അഹ്ലുൽ ഖുർആൻ, ഇവർ അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്. ഒരാൾക്ക് അല്ലാഹു ഖുർആൻ കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കൂല. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കൂ. അല്ലാഹുവിന്റെ കലാം ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മക്കളാണ്. ഇവർക്ക് കൊടുക്കുമ്പോ ഏറ്റവും നല്ലത് വേണം കൊടുക്കാൻ. പെങ്ങളെ, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലും ഇല്ലല്ലോ. ഒരു പവന് 50,000 രൂപയോളം വിലയുള്ള സമയമാണ്. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്. എങ്കിൽ സ്വർണമല്ല വേണ്ടത്, സ്വർഗമാണ് വേണ്ടത്. സ്വർഗത്തിനേക്കാളും വലുതൊന്നുമില്ലല്ലോ പെങ്ങളെ.
നിനക്കാദ്യമായി സ്വർണം വാങ്ങിത്തന്നത് നിന്റെ ഭർത്താവല്ല, നിന്റെ മക്കളല്ല, നിന്റെ വാപ്പയാണ് ജീവിതത്തിൽ ആദ്യമായി നിനക്ക് സ്വർണം വാങ്ങിത്തന്നത്. നിന്റെ വീടിനകത്തും നിന്റെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന സ്വർണത്തിലധികവും നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നതല്ല, നിന്റെ ഉപ്പയുടെ രക്തം വിയർപ്പാകിയതാ, നിന്റെ ഉപ്പയും ഉമ്മയും വാങ്ങിത്തന്നതാണ്. ഇന്ന് നിനക്കൊരുപാടുണ്ടല്ലോ. ഈ വാഴ കേൾക്കുന്ന പെങ്ങളോട് ചോദിക്കട്ടെ, സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് എത്ര പവന സ്വർണമുണ്ടെന്ന്? കണക്ക് പോലും നിനക്കറിയില്ല. അതുപോലെ സ്വർണം അല്ലാഹു നിനക്ക് നൽകിയിട്ടുണ്ടല്ലോ. ആ നൽകിയതിൽ നിന്ന് പടച്ചവനെ ഒരു മോതിരമല്ലെങ്കിൽ നിനക്ക് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ കഴിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? കൊടുക്കുമ്പോ നല്ലതാണ് കൊടുക്കേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാ. നബി തങ്ങൾ സ്വർഗ്ഗം കണ്ടു. നബി തങ്ങൾ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ നബി തങ്ങളുടെ മുമ്പിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. നബി തങ്ങൾക്ക് അത്ഭുതമാവുകയാണ്. ആരാ അല്ലാ, എനിക്ക് മുമ്പിലൂടെ ഓടുന്ന പെണ്ണാരാ അല്ലാ? നബി തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാ. നബി തങ്ങളുടെ മുന്നിലൂടെ ഓടുന്ന പെണ്ണിനെ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ സമയത്താണ് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അതാരാണെന്നറിയോ? അത് റുമൈസയാണ് നബിയേ. അത് റുമൈസ എന്ന് പറയുന്ന പെണ്ണാട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ സ്വർഗ്ഗത്തിലേക്ക് ഓടിപ്പോയ പെണ്ണാരാ? മഹദി റുമൈസ. ആരാ റുമൈസ എന്നറിയോ? സിനിമാ നായികയല്ല, സീരിയൽ നടിയല്ല. നിങ്ങൾക്ക് റുമൈസയെ അറിയുമോ പെങ്ങള്? പടച്ചവനെ, മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയാണ് റുമൈസ. നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് റുമൈസയ്ക്ക്. നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാ കുതിച്ചു റുമൈസ നടക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവരെ നബി തങ്ങളെ നാട്ടിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നാട്ടിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ എല്ലാവരും വില കൂടിയ ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് നബി തങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോ എല്ലാവരും വില കൂടിയത് കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയാണ്. റുമൈസ ചിന്തിക്കുന്നു, അല്ലാ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ പാവപ്പെട്ടവളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണമല്ലോ. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. റുമൈസ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ തന്റെ പൊന്നാര മകനെ കുളിപ്പിക്കുകയാണ്. നല്ലതുപോലെ ഒരുക്കുകയാണ്. പൊന്നുമോനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുക്കുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ആദ്യമായിട്ട് നബി തങ്ങളെ കാണാൻ പോകുകയാണ്. എല്ലാവരും വിലപിടിപ്പുള്ള സംഭാവന സദഖകൾ കൊടുക്കുമ്പോ, വിലപിടിപ്പുള്ള സമ്മാനം കൊണ്ടുവന്ന് നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കുമ്പോ മഹദി റുമൈസ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചുകൊണ്ട് വെറും കൈയോടെ നബി തങ്ങളുടെ മുറ്റത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, തരാൻ എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. എല്ലാവരും സമ്മാനം കൊണ്ടുവന്ന് തരുന്നു നബിയേ, എല്ലാവരും ഗിഫ്റ്റ് തരുന്നു നബിയേ. ഞാൻ പാവപ്പെട്ടവളാ, എന്റെ കയ്യിൽ തരാൻ പണമില്ല നബിയേ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ. തരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് വേണം തരാൻ. റുമൈസ ബീബി റളിയല്ലാഹു തആല അൻഹ താൻ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച തന്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പൊന്നുമോന്
ആ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അള്ളാന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ മകനെയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ മോനെയാണ്, എനിക്ക് വല്ലാത്ത സ്നേഹമാ, തരാൻ ഇവനെ അല്ലാതെ ഒന്നുമില്ല നബിയേ, എനിക്ക് അങ്ങയ്ക്ക് സമ്മാനമായി തരാൻ എൻ്റെ പൊന്നുമോനെ അല്ലാതെ ഒന്നുമില്ല നബിയേ. തൻ്റെ പൊന്നാര മകനെ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങയ്ക്ക് ചെരുപ്പെടുത്ത് തരാൻ, അങ്ങയ്ക്ക് തുണിയെടുത്ത് തരാൻ, അങ്ങയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ എൻ്റെ പൊന്നാര മകനെ സ്വീകരിക്കണം നബിയേ. പടച്ചവനെ റുമൈസ തന്റെ പൊന്നാര മകനെ നബി തങ്ങൾക്ക് കൊടുക്കുകയാ സമ്മാനമായിട്ട്. അതിന് പകരം അല്ലാഹു കൊടുത്ത പ്രതിഫലമാ, അല്ലാഹു അതിന് കൊടുത്ത പ്രതിഫലമാ. പെങ്ങളെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. ഈ മക്കള് നാളത്തെ ആലിമീങ്ങളാ, നാളത്തെ പണ്ഡിതന്മാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളാ. ഇവർക്ക് കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണേ, ഇവർക്ക് കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണേ. പെങ്ങളെ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയും സഹിച്ച് പ്രസവിച്ച നിന്റെ പൊന്നുമോള് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുമോ ഇല്ലയോ എന്ന് ചോദിക്കൂ പെങ്ങളെ. അവൾക്കറിയില്ല. വാപ്പാ, നിന്റെ മകൻ അറിയില്ല. നിന്നെ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് വന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാ. മക്കളെ കിട്ടാത്ത കാലമാ, ഖബർ അറിയാത്ത കാലമാ, സമയമില്ലാത്ത തിരക്കുകളുള്ള മക്കളുടെ കാലമാ. അതുകൊണ്ട് നിന്റെ മക്കള് നിനക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും 100 എണ്ണം നിരന്നിരിക്കുന്നല്ലോ. ഇവർ അല്ലാഹുവിന്റെ പാർട്ടിക്കാരാ. വമൻ കാന യർജൂ ലിഖാ അല്ലാഹ് ഫല്യുക്രിം അഹ്ലൽ ഖുർആൻ ഖാസുല്ലാഹ്. മലക്കുകളെ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗമാ. ഇവരുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. ഇവര് ഖുർആൻ ചുമക്കുന്ന മക്കളാ, ഇവരെ ഖുർആൻ ചുമക്കുന്ന മക്കളാ. ഇവരെ ഖബറിൽ കൊണ്ടുവച്ച ഖബറിലെ മണ്ണുപോലും പറയും, അല്ലാഹ് തൊടില്ല റബ്ബേ, തൊടില്ല റബ്ബേ. നിന്റെ ഖുർആനിനെ ചുമക്കുന്ന ഈ മക്കളെ ഞാൻ എങ്ങനെ തൊടാനാ അല്ലാഹ്? മണ്ണുപോലും തൊടാത്ത വിഭാഗമാ. അതുകൊണ്ട് പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നാളെ അല്ലാഹുവിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ജന്മം നൽകിയ പിതാവിന് വേണ്ട, നൊന്ത് പ്രസവിച്ച ഉമ്മയ്ക്ക് വേണ്ട, കൂടെ കിടന്ന കൂടപ്പറപ്പിന് വേണ്ട, കൂടെ കിടന്ന ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം, ഒരു നന്മയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, കഴിയുമോ പെങ്ങളെ ഈ മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാൻ പറ്റുമോ? നിനക്ക് 3ഉം 4ഉം മക്കളല്ല, 100 മക്കളുടെ ഉമ്മയാകാൻ പറ്റുമോ? 100 മക്കളുടെ ബാപ്പയാകാൻ പറ്റുമോ? ഒരു നേരത്തെ ഭക്ഷണമല്ലേ ചോദിച്ചത്? പെങ്ങളെ, നിന്റെ മക്കൾക്ക് നീ വർഷങ്ങളായി ഭക്ഷണം കൊടുക്കുന്നു. അവര് പ്രയോജനം ചെയ്തില്ലെങ്കിലും ഈ മക്കള് നിനക്ക് പ്രയോജനം ചെയ്യുമല്ലോ.